സാറ് ഇന്നലെ വരുമെന്ന് വിചാരിച്ചു. പെണ്ണ് വരാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ പാച്ചുപിള്ളേ? ഇതാണ് അത് മനസ്സിലായി. പാച്ചുപിള്ള ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. 24 മണിക്കൂർ ഈ കോമ്പൗണ്ടിൽ തന്നെ കാണും. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരും വന്നില്ലേ? ആരൊക്കെയോ വരികയോ പോവുകയൊക്കെ ചെയ്തു. ഒന്നും ആയിട്ടില്ല ഇതുവരെ. പാച്ചുപിള്ള പെട്ടിയൊക്കെ എടുത്ത് ഓ, അയ്യോ, ചേട്ടത്തി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. നന്ദിനിക്കുട്ടി ആദ്യം ഏത് കാലം അകത്ത് വെച്ചത്? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ആദ്യമായി വീട്ടിൽ കയറുമ്പോ വലതുകാലം വെച്ച് കയറണമെന്നാ നിയമം. നമുക്ക് ഒന്നുകൂടി കയറി സംശയം തീർത്താലോ? പാച്ചുള്ളേ, അറിയാതെ ആദ്യം ഇടതുകാലം വെച്ച് കയറിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോ ആചാരമാണ് സാർ. എല്ലാത്തിലും പ്രധാനം മനപ്പൊരുത്തമാണ്. ഇതാണ് സ്വീകരണ മുറി. അതിഥികൾക്ക് ഞാൻ ഇതുവരെ പ്രവേശനം കൊടുക്കാറുണ്ട്. ഈ കിടക്കുന്ന ഫർണിച്ചർ എല്ലാം കല്യാണം പ്രമാണിച്ച് ഞാൻ വാങ്ങിയതാണ്. ഇതെങ്ങനെയുണ്ട്? ചുളുവിലക്ക് കിട്ടി. 350 റുപ്പീസ് കൊടുത്തു. ഈ സെറ്റിന് എത്ര രൂപയായിട്ടുണ്ടെന്നാ നന്ദിനിക്കുട്ടിയുടെ വിചാരം? വില അല്പം കൂടിപ്പോയി. 2000 റുപ്പീസ് കൊടുത്തു. പക്ഷേ സാധനം ഉണ്ടല്ലോ, ഓർമ്മ. വരൂ, അകത്തേക്ക് പോവാം. ഡൈനിങ് ഹാൾ. ഇതിന്റെ വില എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഒരു ഗിഫ്റ്റ് കിട്ടിയതാ. വരൂ. പെണ്ണുങ്ങളുടെ സെക്ഷൻ. ഇതുവരെ ഈ അടുക്കള ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഇത് നന്ദിനിക്കുട്ടിയുടെ സാമ്രാജ്യം. ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഗ്യാസ്. പിന്നെ ഇവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ഔട്ടാവും. ഇതാണ് ബെഡ്റൂം, അതായത് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്? ഈ ഡബിൾ കോട്ടിന് എന്ത് വില കൊടുക്കേണ്ടി വരും? 600 റുപ്പീസ് കൊടുത്തു. കല്യാണ സ്പെഷ്യൽ. ദേ, ഒന്നിരുന്ന് നോക്കി. എങ്ങനെയുണ്ട്? എനിക്ക് എന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമാണ്. ഞാൻ കരുതി നന്ദിനിക്കുട്ടി പാല് കൊണ്ടുവരും, ഞാൻ പാല് പകുതി കുടിക്കും, ബാക്കി നന്ദിനിക്കുട്ടി കുടിക്കും എന്നൊക്കെ. പക്ഷെ നടന്നത്, ഞാൻ നോക്കുമ്പോ നന്ദിനിക്കുട്ടി ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ശല്യപ്പെടുത്തണ്ട, വായന കഴിയുമ്പോ വന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാത്രി ഇതാ. ആ കർട്ടൻ എവിടുന്ന് വാങ്ങിയതാ? ബസാറിൽ നിന്ന്. വില വളരെ കുറവാ. 70 റുപ്പീസ് സംതിങ്ങേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? പച്ച നിറം എനിക്കിഷ്ടമാണ്. എനിക്കും. മോഹൻ ആദ്യം ഈ ആലോചനയുമായി വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹമൊന്നും വേണ്ടാന്ന്. പിന്നെ അവന്റെ നിർബന്ധം കാരണമാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്ന് ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായി പോയനെ. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി എന്തെങ്കിലും ഒരു ഭർത്താവിനെ കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്. എനിക്കെന്റെ ഭാര്യയെ കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പറയട്ടെ, സിനിമയൊക്കെ കണ്ട് മനസ്സിൽ കടന്നുകൂടിയ സങ്കല്പം. ശാലീനയായ ഒരു പെൺകുട്ടി. അവൾ അടുക്കളപ്പണിയിൽ എക്സ്പെർട്ട് ആയിരിക്കും. അവൾ അവിയലും തീയലും കിച്ചടിയൊക്കെ മാറി മാറി വെക്കണം. ആഴ്ചയിൽ വല്ലപ്പോഴും ഒരിക്കൽ ഇറച്ചിയോ മീനോ പറ്റും. എന്നും രാവിലെ വന്ന് അവൾ എന്നെ വിളിച്ചോളൂ. എങ്ങനെയുണ്ട്? കുളിച്ച് ചന്ദനക്കുറിയിട്ട മുഖത്തോടെ. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ ജയൻ അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നെ കളിയാക്കാനായി ഒരു സെറ്റ് കൊണ്ട് വാങ്ങി തന്നു. കാണണോ? മിനിമം ഒരു 30 റുപ്പീസിന്റെ ആയിക്കാണോ അല്ലേ? ഈ സാധനമാണ് ഈ വീട്ടിലെ ഏക ശത്രു. പലപ്പോഴും അവനൊരു ശകനം മുടക്കിയ.
വന്നിട്ട് ഇതുവരെ അവനെ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമാണ്. ഞാനിപ്പോട്ടെ. ഉം. പെണ്ണിന്റെ ഐശ്വര്യം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഭാര്യയെ ഭർത്താവ് പോകാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ നന്ദിനിക്കുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നത് 2 ലക്ഷം രൂപയുമായിട്ട്. ഞാൻ ക്യാമ്പയിൻ ചെയ്തിരുന്ന 2 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ഡീൽ വിജയിച്ചിരിക്കും. ആ കമ്പനിയുടെ MD ആണ് ഇപ്പൊ വിളിച്ചത്. ഹോട്ടൽ വരെ പോയി ഒന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. 2 ലക്ഷം രൂപയാണ്. ഞാൻ അരമണിക്കൂർ എത്തും. ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ല. താഴെ വാച്ചുള്ളുണ്ട്. പിന്നെ ഇന്നലത്തെ പോലെ എന്നെ പറ്റിച്ചല്ലേ, കുറേ കളയരുത്. ആ അതെ. ഇല്ല. ആ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. സാറിൽ നിന്ന് ആഫീസിൽ പോകണ്ടായോ? പോണം. അല്ല, ഇന്ന് എണീക്കാൻ കുറച്ച് വൈകുന്നറിയാം. എന്നാ ഞാനങ്ങോട്ട് വീട് വരെ പോയിച്ചു വരാം. ശരി. ചായ ചായ കഴിക്കൂ. അയ്യോ, ഞാൻ എണീക്കാൻ വൈകിയോ? അങ്ങനെയൊന്നുമില്ല. മണി 8:30 ഉള്ളൂ. ഉറക്കം പൂർത്തിയാകാതെ ഉണർന്നാൽ ഒരു സുഖവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണർത്താതിരുന്നത്. ചായ ആരുണ്ടാക്കി? ഞാൻ വീട്ടിൽ വേലക്കാരെ നിർത്താതെ ജീവിച്ചതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്.
വേലക്കാരെ നിർത്തുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പാണ്. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്ന് ധൃതിയിലായതുകൊണ്ട് ചായ അത്ര നന്നായില്ല. ജയൻ എന്റെ ചായയുടെ ഒരു ആരാധകനാണ്. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി ഇന്നലെയും എന്നെ പറ്റിച്ചളഞ്ഞു. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ ഇന്നലെ മടങ്ങി വന്നപ്പോ നന്ദിനിക്കുട്ടി സുഖമായി ഉറങ്ങും. പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയാൽ ഉണർത്തേണ്ടി വരും. ആ, ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം ആരോ ഫോൺ ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു? ഇല്ല. ആ, ഇനി ആര് ഫോൺ ചെയ്താലും ആരാണെന്ന് ചോദിക്കണം. ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണെന്ന് ഓർമ്മിക്കണം. ഞാൻ ഓഫീസിൽ പോയാൽ വൈകുന്നേരമേ വരും. ഇന്ന് ഞാൻ ബോയെ അങ്ങോട്ട് അയക്കാം. നാളെ മുതൽ ഉച്ചയ്ക്ക് അവന്റെ കയ്യിൽ ഊണ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നാ സാറൊന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചാട്ടെ.